ഇന്ത്യക്കും ചൈനയ്ക്കും താരിഫ് ഏർപ്പെടുത്തി ട്രംപ് പാകിസ്ഥാനിൽ കയറി കളിക്കാൻ ഒരുങ്ങുകയാണ്. എന്നാൽ ഇതിൽ ട്രംപിൻ്റെ കൈ പൊള്ളുമെന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാനുമായിട്ട് ഒരു വലിയ വ്യാപാര കരാറാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൻ്റെ കീഴിൽ പാകിസ്ഥാൻ്റെ വലിയ എണ്ണശേഖരം വികസിപ്പിക്കുന്നതിന് USഉം പാകിസ്ഥാനും ഒരുമിച്ച് പ്രവർത്തിക്കും. ചൈനയെ പാകിസ്ഥാൻ കൂടുതലായി ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും ഒരു വ്യാപാര കരാറിനായി ഇന്ത്യയെ പ്രേരിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള നീക്കമാണ് പല വിദഗ്ധരും ഈ ട്രംപിൻ്റെ പ്രഖ്യാപനത്തെ കാണുന്നത്. ഈ കരാർ പ്രഖ്യാപിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ട്രംപ് ഇന്ത്യക്ക് 25% തീരുവയും റഷ്യയിൽ നിന്ന് ആയുധങ്ങളും എണ്ണയും വാങ്ങുന്നതിന് അധിക പിഴയും പ്രഖ്യാപിച്ചിരുന്നു. എന്താണ് പാകിസ്ഥാനും USുമായിട്ടുള്ള ഒരു കരാർ എന്ന് നമുക്ക് നോക്കാം. ട്രംപ് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ എഴുതി, ഞങ്ങൾ പാകിസ്ഥാനുമായി ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കീഴിൽ പാകിസ്ഥാനും USഉം സംയുക്തമായി അവരുടെ വലിയ എണ്ണ ശേഖരം വികസിപ്പിക്കും. ഈ പങ്കാളിത്തത്തിന് നേതൃത്വം നൽകുന്ന എണ്ണ കമ്പനിയെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് ഞങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആർക്കറിയാം, ഒരുപക്ഷെ പാകിസ്ഥാൻ ഒരു ദിവസം ഇന്ത്യക്ക് എണ്ണ വിൽക്കും. മാത്രമല്ല, ട്രംപ് ഇന്ത്യയേക്കാൾ പാകിസ്ഥാൻ 6% കുറഞ്ഞ തീരുവ മാത്രമാണ് ചുമത്തിയിരിക്കുന്നത്. ഇന്ത്യക്ക് 25% ആണെങ്കിൽ പാകിസ്ഥാന് 19% തീരുവയാണ് ട്രംപ് ചുമത്തിയിരിക്കുന്നത്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ റിഫൈനറി കമ്പനിയായിട്ടുള്ള സിനജിക്കോയും വിറ്റോളും തമ്മിലുള്ള കരാർ പ്രകാരം 2025 ഒക്ടോബറിൽ USൽ നിന്നും 1 ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണയും കറാച്ചിയിലെത്തും എന്ന റിപ്പോർട്ടുകളുണ്ട്. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ട്രംപിന് നന്ദി പറഞ്ഞിട്ടുണ്ട്. ഈ കരാറിനെ ചരിത്രപരമെന്ന് വിശേഷിപ്പിക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്നിരുന്നാലും പാകിസ്ഥാന്റെ എണ്ണവാതക ശേഖരം പരിമിതമാണെന്നും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ലാത്തതിനാലും ഏത് വലിയ എണ്ണ ശേഖരത്തെക്കുറിച്ചാണ് താൻ സംസാരിക്കുന്നതെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല. ഇതാണ് ട്രംപിന് കൈപൊള്ളുമെന്ന് പറഞ്ഞത്. ഈ ഇടയ്ക്ക് പാകിസ്ഥാന്റെ കറാച്ചിക്കടുത്തുള്ള കടലിൽ വലിയ രീതിയിലുള്ള എണ്ണ ശേഖരം കണ്ടെത്തി $5 ബില്യൺ അത് കുഴിച്ചെടുക്കാൻ തന്നെ വേണമെന്നൊക്കെ പാകിസ്ഥാൻ വലിയ രീതിയിൽ തള്ളിമറിച്ചിരുന്നു. ഇത് പാകിസ്ഥാന്റെ ഇപ്പോഴുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു അരക്ഷിതാവസ്ഥയെ മുൻനിർത്തി മറ്റ് രാജ്യങ്ങളിൽ നിന്നും പണം ശേഖരിക്കാനും പാകിസ്ഥാനിൽ നിന്ന് വന്ന് നിക്ഷേപിക്കൂ, ഇവിടെ വലിയ എണ്ണ ശേഖരമുണ്ടെന്ന് കാണിക്കാനുമുള്ള പാകിസ്ഥാൻ ഒരു അടവായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. ഈ എണ്ണശേഖരം അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തന്നെ വലിയ തർക്കമുണ്ട്. പാകിസ്ഥാനിൽ എവിടെയാണ് എണ്ണശേഖരം എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട്. അങ്ങനെ എണ്ണശേഖരം ഉണ്ടെങ്കിൽ ട്രംപ് അവിടെ വന്നു കഴിഞ്ഞാൽ ട്രംപ് മുടക്കുന്ന തുകയ്ക്ക് ഒരു തിരിച്ചടവ് കിട്ടുമോ, അല്ലെങ്കിൽ ട്രംപിന് ലാഭം ഉണ്ടാകുമോ, അമേരിക്കയിൽ ലാഭം ഉണ്ടാകുമോ എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. അപ്പോൾ പാകിസ്ഥാനിൽ ഏതാണ് എണ്ണശേഖരം, എന്താണ് എണ്ണശേഖരം എന്നുള്ളതിനെ കുറിച്ചൊന്നും യാതൊരു വിവരവും ട്രംപിനില്ല. ഇത് അമേരിക്കയിൽ വലിയ വിമർശനത്തിന് കാരണമായിട്ടുണ്ട്. പോരാത്തതിന് ബലൂചിസ്ഥാനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ട്രംപിനെ കായികമായി നേരിടുമെന്ന് കഴിഞ്ഞ ദിവസം BLA ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാൻ ഇത്രയും വലിയ എണ്ണശേഖരം ശരിക്കുമുണ്ടോ എന്ന് ഇപ്പോൾ വിദഗ്ധർ പോലും ചോദ്യം ചെയ്യുകയാണ്. 2019 അന്നത്തെ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ കറാച്ചിക്ക് സമീപമുള്ള കടലിൽ എണ്ണശേഖരം കണ്ടെത്തിയതായി അവകാശപ്പെട്ടിരുന്നു. എന്നാൽ പാകിസ്ഥാൻ പെട്രോളിയം മന്ത്രാലയം അത് നിഷേധിക്കുകയാണ് ചെയ്തത്. എക്സ്മോൺ മൊബൈലും മറ്റ് കമ്പനികളും 5500 മീറ്റർ വരെ കുഴിച്ചെങ്കിലും കാര്യമായ എണ്ണശേഖരം കണ്ടെത്തിയില്ലെന്ന് 2024 ഒരു റിപ്പോർട്ടിൽ പാകിസ്ഥാൻ തന്നെ പുറത്തുവിട്ടതാണ്. ഇന്ത്യയുടെ സമ്മർദ്ദം, താരിഫുകളും റഷ്യ ഇറാൻ കാർഡും ഇപ്പോൾ ചർച്ചയാവുകയാണ്. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണയും പ്രതിരോധ ഉപകരണങ്ങളും വാങ്ങുന്നതിൻ്റെ ഭാഗമായി ഓഗസ്റ്റ് 1 മുതൽ ഇന്ത്യയിൽ ഇറക്കുമതികൾക്ക് 25% തീരുവ ഏർപ്പെടുത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. കൂടാതെ ചബഹർ തുറമുഖം, എണ്ണ ഇറക്കുമതി തുടങ്ങിയ പദ്ധതികളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഇറാനുമായി വ്യാപാരം നടത്തുന്ന നിരവധി ഇന്ത്യൻ കമ്പനികൾക്ക് ട്രംപ് ഉപരോധവും ഏർപ്പെടുത്തി. ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തിൽ സമ്മർദ്ദം ചെലുത്താനുള്ള ശ്രമമായാണ് ട്രംപിന്റെ നീക്കം കാണപ്പെടുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിലൂടെ ആഗോള എണ്ണ വിപണി സ്ഥിരത നിലനിർത്തുന്നുവെന്ന് ഇന്ത്യ വ്യക്തമാക്കിയതിനാൽ ക്രൂഡ് ഓയിൽ വില നിയന്ത്രണത്തിലാണ് എന്നും ഇന്ത്യ പറഞ്ഞു. ഇന്ത്യ അമേരിക്കയുമായി ഒരു വ്യാപാര കരാർ ഉണ്ടാക്കണം എന്ന് ഇന്ത്യയെ നിർബന്ധിക്കാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ട്രംപിന്റെ നീക്കം കാണുന്നത്. മറ്റ് രാജ്യങ്ങളെപ്പോലെ ഇന്ത്യയും മുട്ടുകുത്തി കൃഷി, പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ എല്ലാത്തിനും വിപണി പൂർണ്ണമായും ഉദാരവൽക്കരിക്കാനും താരിഫ് കുറയ്ക്കാനും ട്രംപ് ആഗ്രഹിക്കുന്നു. റഷ്യയ്ക്ക് പകരം F-35 യുദ്ധവിമാനം പോലുള്ള അമേരിക്കൻ സൈനിക ഉപകരണങ്ങൾ വാങ്ങാനും ട്രംപ് ആഗ്രഹിക്കുന്നു. എന്നിരുന്നാലും സമ്മർദ്ദത്തിന് വഴങ്ങി ഒരു കരാറിലും ഏർപ്പെടില്ലെന്നും സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയ മറ്റ് എണ്ണ വിതരണക്കാരുണ്ടെന്നും ഇന്ത്യ ട്രംപിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേ തുടർന്ന് ട്രംപ് വലിയ രീതിയിൽ ഇന്ത്യയെ ഇപ്പോൾ പുലഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പാകിസ്ഥാനിലെ ട്രംപിന്റെ സ്വപ്നം അത് നടക്കാൻ പോകുന്നില്ലെന്നാണ് 100%. അത് ട്രംപിന്റെ വ്യാമോഹമാണെന്നും പാകിസ്ഥാനിൽ അങ്ങനെ ഒരു എണ്ണശേഖരം ഞങ്ങൾ ആരും ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നുമാണ് വിദഗ്ധരടക്കം പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.